എപ്പോഴെങ്കിലും നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് എപ്പോഴെങ്കിലും നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാനും നിങ്ങളും ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുപോവേണ്ടതുണ്ട്. ഏതെങ്കിലും രാത്രിയിൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ ഓർത്തിട്ട്, ഏതെങ്കിലും ആരുമില്ലാത്ത സമയത്ത് ഗദ്ഗദത്തോടുകൂടി നീറുന്ന കണ്ണോടെ, ഒലിക്കുന്ന കണ്ണോടെ, വിങ്ങുന്ന ഹൃദയത്തോടെ, റബ്ബേ നീ എത്ര വലിയ മാന്യനായ റബ്ബാണ് അല്ലാഹ്, ഇത്രയും വലിയ അപരാധങ്ങൾ ചെയ്തിട്ടും ഈ മഹാപാപിക്ക് നീ എത്ര അനുഗ്രഹങ്ങളാണ് നൽകിയത്, ഈ മഹാപാപിക്ക് നീ എത്ര അനുഗ്രഹങ്ങളാണ് നൽകിയത് എന്ന് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? ഇതൊക്കെ ഓർത്ത് അവന്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ച് ധാരാളം വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടേയിരിക്കേണ്ട സമയമാണ്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സ്വഹാബത്തെ കിറാമിനോട് പറയുന്നുണ്ട്, സ്വഹാബ, ഒരു യുദ്ധം സന്നിധിയിൽ വെച്ചുകൊണ്ട് ഒരു കുട്ടിയെ പരതുന്ന ഒരു ഉമ്മ, ആ പെണ്ണിനെ അള്ളാന്റെ ഹബീബും സ്വഹാബത്തും വീക്ഷിക്കുകയാണ്. അങ്ങനെ ആ യുദ്ധത്തിന്റെ രണാങ്കളത്തിൽ വെച്ചുകൊണ്ട് തന്റെ കുട്ടിയെ പരതി ഓടി നടക്കുന്ന ആ ഉമ്മാക്ക് അവസാനം തന്റെ പ്രിയപ്പെട്ട നൊന്തുപെറ്റ മോനെ കിട്ടുമ്പോ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ധാരാളം ഉമ്മ വെക്കുമ്പോ, ധാരാളം മുത്തങ്ങൾ നൽകുമ്പോ, തന്റെ അമ്മിനെ പാലേതേഷ്ടം കൊടുക്കുമ്പോ മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആ ഉമ്മ സ്വന്തം മകനെ കത്തിയാളുന്ന നരകാഗ്നിയിലേക്ക് വലിച്ചെറിയാൻ ഇഷ്ടപ്പെടുമോ സഹാബ എന്ന് ചോദിച്ചപ്പോ, എങ്ങനെയാണ് റസൂലേ അതിന് ആ ഉമ്മക്ക് സാധിക്കുക എന്ന് ചോദിച്ചപ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പക്ഷേ ചരിത്രങ്ങൾക്ക് വഴിമാറുന്നുണ്ട്. ഇന്നത്തെ പല ഉമ്മമാരും വെറും ഭൗതികതക്ക് അടിമപ്പെട്ടുകൊണ്ട് സ്വന്തം മക്കളുടെ ചേതനയേറ്റ ശരീരത്തിന് വേണ്ടി തപിക്കുന്ന മനസ്സുമായിട്ട് ആഗ്രഹത്തോടെ സ്വന്തം മകന്റെ പ്രാണനെടുക്കുന്ന ഉമ്മമാർ വരെയുണ്ട്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. കാരണം ഭൗതികതയും പൈശാചികതയും മനസ്സിൽ കുന്നുകൂടി വെറും ഭൗതികയും അതുപോലെ തന്നെ സുഖാഡംബരങ്ങളും മാത്രം കാംക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മമാരെ അവസ്ഥയല്ല ഞാൻ പറയുന്നത്. മറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, ആ ഉമ്മ ആ പൊന്നുമോനെ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയാൻ താല്പര്യപ്പെടുമോ? അവിടെ അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വഹാബത്തെ കിറാം പറഞ്ഞു, ഒരിക്കലും ഇല്ല റസൂലേ, ഒരിക്കലും അവർ താല്പര്യപ്പെടുകയില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ആ ഉമ്മ സ്വന്തം മകനോട് കാണിക്കുന്ന സ്നേഹത്തെക്കാൾ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമയോട് കാണിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്, വമിൻ റഹ്മതിഹി ജഅല ലക്കുമുൽ ലൈല വൻ നഹാറ ലിതസ്കുനൂ ഫീഹി വലിതബ്തഗൂ മിൻ ഫദ്ലിഹി വലഅല്ലകും തശ്കുറൂൻ. അവന്റെ കാരുണ്യത്താൽ അവൻ നിങ്ങൾക്ക് രാവും പകലും ഉണ്ടാക്കി തന്നിരിക്കുന്നു. നാഥനായ റബ്ബ് രാത്രി വിശ്രമിക്കുകയും പകൽ സമയത്ത് അവന്റെ അനുഗ്രഹത്തിന് നിങ്ങൾ തേടി പുറപ്പെടുകയും ചെയ്യുന്നു. ഇതൊക്കെ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയത് രാവും പകലും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെയും ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് സേവിക്കാനുള്ള അവസരങ്ങൾ അല്ലാഹു തആല നൽകിയത് അത് അവന്റെ അനുഗ്രഹമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദിവസം മുഴുവനായിട്ടും പകലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ദിവസം മുഴുവനായിട്ടും രാത്രിയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്തേ അള്ളാഹ്ക്ക് ആക്കിക്കൂടെ? ഇതൊക്കെ അന്റാർട്ടിക്ക പോലെ എല്ലാം തണുത്തുറച്ചതായ ഒരു ഐസ്ലാൻഡ് ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ കഠിനമായ ചൂട് സൂര്യന്റെ ചൂടിന്റെ ആ രശ്മികൾ ശരീരത്തിൽ പറ്റിക്കൊണ്ട് വീർത്തി വരുന്നതായ ശരീരമാവുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരവും വന്നു. ഈ അന്തരീക്ഷം അത്രയും ചൂടായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പക്ഷേ അതൊന്നും ആക്കാതെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിശുദ്ധ
ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നു ഇതൊക്കെ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തും. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് ഈ ഭൂമിയെ നിങ്ങൾക്കൊരു തൊട്ടിലാക്കി നൽകിയില്ലയോ കിടന്നുറങ്ങാൻ? നിങ്ങൾക്ക് നാം ഇണകൾ നൽകിയില്ലയോ? പറയുന്നു രാത്രിയെ നിങ്ങൾക്ക് വസ്ത്രമാക്കി നൽകി. പകൽ സമയം നിങ്ങൾക്ക് ജീവിക്കാനുള്ളതായ ജീവിത ആവശ്യങ്ങൾ തേടി നടക്കാനുള്ളതായ ഒരു അവസ്ഥയും നൽകി. ഇങ്ങനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അങ്ങനത്തെ റഹ്മാനായ റബ്ബിന്റെ റഹ്മത്ത് വിശാലമാണ്. ഇന്ന റഹ്മതി വസിഅത അലാ കുല്ലി ശൈ. എല്ലാത്തിന്റെ മേലും എൻ്റെ റഹ്മത്ത് പ്രവിശാലമാണ്. ഇവിടെ ഈ പ്രപഞ്ചത്തിൽ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇവിടെ ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിപ്പിക്കുന്ന എല്ലാ ജീവികൾക്കുമുള്ളതായ ഭക്ഷണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിക്ഷിപ്തമാണ്. അല്ലാഹു തആല കൊടുക്കും. ഒരു കഥ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബശ്ശാർ റളിയല്ലാഹു അൻഹു യാത്ര പോകുന്ന സമയത്ത് ഒരു പക്ഷി, ആ പക്ഷിക്ക് കാലില്ല, ആ പക്ഷിക്ക് ചിറകില്ല. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പക്ഷിക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് ആലോചിച്ച് ആ പക്ഷിക്ക്, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട് എല്ലാത്തിനുമുള്ളതായ ഭക്ഷണം അത് എൻ്റെ മേലുണ്ട്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനുമുള്ള ഭക്ഷണം അത് അല്ലാഹുവാണ്, അല്ലാഹു കൊടുക്കുന്നതാണ്. ബാക്കിയുള്ള കച്ചവടക്കാർ അതല്ലെങ്കിൽ കർഷകർക്ക് ഒരു നിമിത്തം, ഒരു സബബ് മാത്രമാണ്. ഇവിടെ കൃഷി ചെയ്യുന്ന സമയത്ത് ആ കൃഷിസ്ഥലത്ത് നിന്ന് ഒന്നും മുളച്ചു വരുന്നില്ല എങ്കിൽ എന്തായിരിക്കും മാറി നമ്മുടെ അവസ്ഥ. പക്ഷേ അതൊക്കെ ഒരു കാരണം മാത്രമാണ്. ഭർത്താവ് നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരാനുള്ളതായ ഒരു നിമിത്തം മാത്രമാണ്. മക്കൾ നിങ്ങൾക്ക് ഭക്ഷണം എത്തിക്കാനുള്ളതായ ഒരു നിമിത്തം മാത്രമാണ്. അങ്ങാടികളും അതുപോലെ തന്നെ കടകളും അതുപോലെ തന്നെ മറ്റ് ബിസിനസ് പ്രവർത്തനങ്ങളൊക്കെ ഒരു നിമിത്തം, ഒരു കാരണമാണ്. ആത്യന്തികമായിട്ട് ഭക്ഷണം നൽകുന്നത് നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ഭക്ഷണം അല്ലാഹുവാണ്. ആ പക്ഷിക്ക് അവസാനമായിട്ട് ഒരു പക്ഷി, എല്ലാം കഴിവുള്ളതായ പക്ഷി വന്ന് ഭക്ഷണം കൊടുക്കുന്നു, അത് അവിടുന്ന് പിരിഞ്ഞു പോകുന്നു. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് അദ്ദേഹം അല്ലാഹുവിൻ്റെ വലിയ ആ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കുകയാണ്. എല്ലാം നമുക്ക് നൽകുന്നു. നമ്മുടെ ഗർഭാശയത്തിലെ നമ്മുടെ മക്കൾ 9 മാസം ജീവിച്ചോ, ആരാ ഭക്ഷണം കൊടുത്തത്? ആരാണ് ഭക്ഷണം കൊടുത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. 9 മാസത്തോളം ആ മക്കൾക്ക് വളരാനുള്ളതായ അവസ്ഥാവിശേഷം സംവിധാനിച്ചത് നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അങ്ങനത്തെ റഹ്മാനായ റബ്ബിന്റെ റഹ്മത്തിനെ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കണം. പക്ഷേ ഒരു കാര്യമുണ്ട്, ആകാശത്ത് യർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. അല്ലാഹുവിന്റെ റഹ്മത്ത് ഇടതടവില്ലാതെ നമ്മളിലേക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ ഉമ്മമാരെ, ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ റഹ്മത്ത് ചെയ്യണേ. എന്നാൽ ആകാശത്ത് റഹ്മത്ത് ചെയ്യണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട അള്ളാഹിന്റെ ഹബീബിന്റെ മുമ്പിൽ വരുന്ന സമയത്ത് പ്രിയപ്പെട്ട ഹസ്സൻ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹിന്റെ ഹബീബ് ചുടുചുംബനം കൊടുക്കുകയാണ്. ഹസ്സൻ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ പൗത്രനാണ്, ഉമ്മ വെക്കുകയാണ്. ഇത് കണ്ട ഈ സഹാബികൾ കുട്ടിക്ക് ഉമ്മ കൊടുത്തിട്ടില്ല. അപ്പോൾ അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു, ഭൂമിയുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യണം, ആകാശത്തുള്ളവർ നിങ്ങൾക്ക് കരുണ ചെയ്യും. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കരുണയുടെ ഒരു ഭാഗമാണ്. അതൊക്കെ നല്ല നിയത്തോടു കൂടി നമ്മൾ എന്താവണം, പ്രവർത്തിക്കണം എന്ന് മാത്രം. പകലന്തിയോളം വീടിന്റെ അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രമായി
മാത്രം നിൽക്കാതെ ആ അടുക്കളയിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റബ്ബേ എൻ്റെ പണി തുടങ്ങുകയാണ്. ഞാൻ എന്തിനു വേണ്ടിയാണ്? എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താക്കന്മാർക്കും എൻ്റെ ഭർത്താവിനും അതേപോലെ തന്നെ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും അമ്മോശനും അമ്മായിമാക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഉള്ളതായ ഒരു ഹിദമയാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ നിയ്യത്ത് റാഹത്തായി കൊണ്ടുപോയി കഴിഞ്ഞാൽ അതും റഹ്മത്താണ്. അതും ആ ഒരു റഹ്മത്തിൻ്റെ വലിയ പ്രതിഫലം അല്ലാഹു തആല നമ്മുടെ ഏടുകളിൽ അല്ലാഹു തആല സംവിധാനിക്കും. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട ഭർത്താവ് ഓട്ടോറിക്ഷയുമായിട്ട് പകൽ സമയത്ത് തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പടച്ച തമ്പുരാനെ ഇടങ്ങാറായത് എന്നും ഈ പണി തന്നെയാണ് എന്നുള്ള രീതിയിലല്ല, മറിച്ച് റബ്ബേ എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള, അവർക്ക് അന്നം നൽകാനുള്ള, അന്നം തേടി പോകുന്ന ഒരു ഉപകരണമാണ് റബ്ബേ ഇത്. റഹ്മാനായ റബ്ബേ, ഇതിന് നീ എനിക്ക് ബർക്കത്ത് കൊണ്ടാ റബ്ബേ, എൻ്റെ പ്രവർത്തനത്തിന് നീ ഖൈർ കൊണ്ട് അല്ലോ, നീ എൻ്റെ ഈ പ്രവർത്തനം നീ കബൂലാക്കണേ അല്ലോ, അതിന് നീ സവാബ് നൽകണം അല്ലാഹ് എന്ന് പറയുമ്പോൾ ഓരോ നിമിഷവും അവനിക്കും കൂലിയാണ്. അത് അവൻ്റെ മക്കളോട് ചെയ്യുന്ന റഹ്മത്താണ്. ആ മക്കളെ കാണുമ്പോൾ ഒന്ന് ആ മക്കളോട് കൂടെ ഇരുന്നു കൊണ്ട് അരമണിക്കൂർ സംവദിക്കുന്നതും ആ മക്കളോട് സംസാരിക്കുന്നതും അതും നമ്മൾ ചെയ്യുന്ന റഹ്മത്താണ്. ഇങ്ങനെ നമ്മൾ എല്ലാവരോടും റഹ്മത്തുണ്ട് എങ്കിൽ നാഥനായ റബ്ബിൻ്റെ റഹ്മത്ത് നമ്മൾ അറിയാതെ ഇടതടവില്ലാതെ നമ്മളിലേക്ക് എത്തും. അയൽവാസിയോട് സുസ്മേരവദനായിക്കൊണ്ട് സ്വന്തം അയൽവാസിയാവട്ടെ, സഹോദരനാവട്ടെ, സഹോദരിയാവട്ടെ, ഒരു പുരുഷനാണെങ്കിൽ സഹോദരൻ, സ്ത്രീയാണെങ്കിൽ സഹോദരി, നമ്മൾ കാണാനും സംസാരിക്കാൻ പറ്റുന്നവരോടൊക്കെ ഒന്ന് മന്ദസ്മിതം തൂകുന്നത്, ഒന്ന് പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണ്, റഹ്മത്താണ്. കൽബൊന്ന് വേണ്ടാത്തതൊക്കെ ഇറക്കി വെച്ച് റഹ്മത്ത് കൊണ്ട് കൽബ് നിറക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരോടും റഹ്മത്ത്, എല്ലാവരോടും റഹ്മത്ത്. അപ്പൊ റഹ്മത്തിന്റെ ഒരു മനുഷ്യനായി നാം മാറുമ്പോ റഹ്മാനായ റബ്ബാണ് എല്ലാത്തിനേക്കാളും വലിയ റഹ്മത്ത്. അല്ലാഹ് പറയും, റഹ്മത്ത് കൊണ്ട് ഞാനാണ് ഏറ്റവും അർഹമായവനെ, അതുകൊണ്ട് എൻ്റെ റഹ്മത്ത് അവനിലേക്ക് ഞാൻ ചൊരിക്കുകയാണ്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവരോടും റഹ്മത്ത് വേണം. ഇങ്ങോട്ട് ആര് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അത് ഓലും പഠിച്ചവനായി. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കർത്തവ്യം നമ്മൾ തീർത്തു കൊടുക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാവർക്കും റഹ്മത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു സഹാബി റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഒരു പക്ഷിയുമായി വന്നപ്പോൾ ആ പക്ഷിയുടെ തള്ള അവിടെ വട്ടമിട്ട് പറക്കുന്ന ഹബീബ് കണ്ടു. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ആ വലിയ വിഷമം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കുട്ടിയെ വിട്ടേക്കുക, റഹ്മത്താണ്. മരങ്ങൾ അനാവശ്യമായിട്ട് മുറിക്കാൻ പാടില്ല, അത്യാവശ്യത്തിന് വേണ്ടി മുറിക്കുക, അനാവശ്യമായിട്ട് മുറിക്കാൻ പാടില്ല. ഒരു പശുവിനെ അറുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പോത്തിനെ അറുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ആടിനെ അറുക്കുന്ന സമയത്ത് മൂർച്ചയുള്ള കത്തി ഉപയോഗിക്കണം. അതാ എനിക്ക് അത്യാവശ്യമായിട്ട് ഭക്ഷിക്കണമെങ്കിൽ അതിനെ വേദനിപ്പിച്ച് ഇടങ്ങാറാക്കരുത്, പെട്ടെന്ന് അതിൻ്റെ ജീവൻ കളയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, കതബ അലാ നഫ്സിഹിർ റഹ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ മേലിൽ റഹ്മത്ത് ബാധ്യതയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പല സമയത്തും പറയും, ബർക്കത്തിന് വേണ്ടി ഇനിയും പറയാണ്, എന്ത് 100 റഹ്മത്താണുള്ളത്, അതിലൊരു റഹ്മത്ത് മാത്രമാണ് ഈ ദുനിയാവിലുള്ളത്. ബാക്കി 99 റഹ്മത്തും കതബ അലാ നഫ്സിഹിർ റഹ്മ. റബ്ബിൻ്റെ മേൽ അവൻ ബാധ്യതയായിട്ട് റഹ്മത്ത് കണക്കാക്കിയിട്ടുണ്ട്. ആ 99 റഹ്മത്ത് നമുക്ക് ലഭിക്കും എന്ന് മനസ്സിൽ കരുതണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഓതി വെച്ച സൂറത്ത് മുൽക്കിലെ അവസാന ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്ത് മുൽക്കിൻ്റെ ബർക്കത്ത് കൊണ്ട് നരകത്തിൽ നിന്നുള്ളതായ ശിക്ഷ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് നമ്മൾ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹു തആല പരിപൂർണ്ണ മോചനം നൽകുമാറാവട്ടെ. ഈ വിശുദ്ധ ഖുർആന്റെ ഈ സൂക്തം നമ്മൾ എപ്പോഴും ഓതുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിൽ 30 ആയത്തുണ്ട്. ആ 30 ആയത്ത് ഓരോ ദിവസം ഒരുത്തൻ ഓതുമായിരുന്നു എങ്കിൽ അവൻ ഖബറിൻ്റെ ഫിത്നയിൽ നിന്ന് അവൻ രക്ഷപ്പെടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം വലിയ മഹത്വങ്ങൾ ഈ സൂറത്ത് മുൽക്കിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും. അതേപോലെ തന്നെ മഹ്ശറയിൽ അവനിക്കൊരു ശഫാഅത്തായിട്ട് ഈ സൂറത്ത് കടന്നു വരും. ഇത് നിത്യമായിട്ട് പാരായണം ചെയ്യുന്നവനക്ക് ഉറപ്പിച്ചോളി, നാളെ മഹ്ശറയിൽ നമുക്കൊന്നും ഭയപ്പെടാനുണ്ടാവില്ല. ഈ സൂറത്ത് അള്ളാഹിന്റെ അടുത്ത് വന്നുകൊണ്ട് നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് വരെ അള്ളാഹുവിനോട് ശുപാർശ ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തിൻ മുസ്തഖീം. അപ്പോൾ തലക്കിയായ നടക്കുന്നവനാണോ, അതല്ല ഹൃജമായ പാതയിലൂടെ നടക്കുന്നവനാണോ? ആരാണ് കൂടുതൽ സന്മാർഗം പ്രാപ്തനായിട്ടുള്ളത്? ആരാണ് കൂടുതൽ സന്മാർഗം ലഭിച്ചിട്ടുള്ളത്? ഹൃജമായ വഴികളിലൂടെയും ജീവിക്കുന്നവരുമാണോ, അതല്ല മോശമായ രീതിയിൽ തലകിയായി നടക്കുന്നവനാണോ ഈ പ്രപഞ്ചത്തിൽ സത്യം കരസ്ഥമാക്കിയത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ, തലകീയായിട്ട് മുഖം തലയിൽ നിലത്ത് വെച്ചുകൊണ്ട് എഞ്ഞ് നടക്കുന്നവനാണോ, അതല്ല നേരായ പാന്താവിലൂടെ നടക്കുന്നവനാണോ സന്മാർഗം സിദ്ധിച്ചത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി എന്ന് പറഞ്ഞുകൊടുത്ത് മഹാത്മാ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. മൃഗങ്ങളെപ്പോലെ മുഖം തൂക്കി നടക്കുന്നവര്, കാരണം ഈ മൃഗങ്ങൾക്ക് യാതൊരു ഇന്നും നാളെയൊന്നുമില്ല, അവരിങ്ങനെ ജീവിച്ച് കഴിയുന്നു, ലക്ഷ്യബോധമില്ലല്ലോ. ഒരു നായ, ആ നായ അതിൻ്റെ തല താഴോട്ട് താഴ്ത്തിയാണ്, ഒരു ബോധമില്ല, തല ഉയർത്തി നടക്കൂലല്ലോ. പശു അതും തല താഴോട്ട് വെച്ചാണ്ട് നടക്കുള്ളൂ. എല്ലാം തല താഴോട്ട് തൂക്കിയിട്ടാണ് നടക്കുക. അങ്ങനെയായ അവർക്ക് ലക്ഷ്യമില്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല, തല ഉയർത്തി നടക്കണം, നേരെയായിട്ട് നടക്കണം. അപ്പോൾ മൃഗത്തെപ്പോലെ യാതൊരു ലക്ഷ്യബോധമില്ലാതെ നടക്കുന്നവനാണോ, അതല്ല ഋജുവായ പാതയിൽ ലക്ഷ്യബോധത്തോടുകൂടി നടക്കുന്നവനാണോ യഥാർത്ഥത്തിൽ മാർഗം ലഭിച്ചവൻ, സത്യമാർഗം സിദ്ധിച്ചവൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. മറ്റൊരു അവസ്ഥയിൽ നമുക്ക് പറയുകയാണെങ്കിൽ വിശുദ്ധ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയപ്പെടുന്നുണ്ട്. വിശുദ്ധ ഹബീബ് പറയുന്നു, മഹ്ശറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ 2-3 രീതിയിലായി കൊണ്ടുവരപ്പെടുക. ഒന്ന് നേരെയായി നടക്കുന്നവൻ, മറ്റൊന്ന് മുഖം കുത്തി നടക്കുന്നവൻ. ആ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നാളെ മഹ്ശറ സഭയിൽ മനുഷ്യൻ മോശപ്പെട്ട അമുസ്ലിങ്ങൾ, അതേപോലെ മുശ്രിക്കീങ്ങൾ കടന്നു വരുന്നത് അവരുടെ മുഖത്തിന്റെ മേൽ മുഖം കുത്തി നടക്കുന്നവരായിട്ടാണ്, നടക്കുന്നവരായിട്ടാണ്. ആ സമയത്ത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്തെ കിറാം പറയുന്നുണ്ട്, കൈഫ യുഹ്ശറുന്നാസു അലാ വുജൂഹിഹിം, മനുഷ്യർക്ക് കാലുമേലല്ല നടക്കുക, പിന്നെ എങ്ങനെയാണ് മുഖത്തിന്റെ മേൽ മനുഷ്യൻ നടക്കുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്തെ കിറാം ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈസ അല്ലദീ അംശാഹും അലാ അർജുലിഹിം ഖാദിറുൻ അലാ യംശിഹും അലാ അർജുലിഹിം, കാലിന്റെ മേൽ നടക്കാൻ സൗകര്യം കൊടുത്ത അല്ലാഹുവല്ലോ, അതായത് മനുഷ്യൻ 2 കാലിന്റെ മേൽ നടത്തുന്ന നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഖാദിറുൻ അലാ യംശിഹും അലാ അർജുലിഹിം, അവരുടെ മുഖത്തിന്റെ മേൽ മുഖം കുത്തി നടത്താൻ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുഖത്തിന്റെ മേൽ മുഖം കുത്തി നടത്താൻ കഴിവുള്ളവരല്ലേ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
പാമ്പുകളൊക്കെ ഇഴഞ്ഞുകൊണ്ടല്ലേ നടക്കുന്നത്. അതേപോലെ തന്നെ മറ്റു ചിലത് 4 കാലിന്റെ മേൽ നടക്കുന്നുണ്ട്. കോഴിയാണെങ്കിൽ 2 കാലിന്റെ മേൽ നടക്കുന്നുണ്ട്. മനുഷ്യനാണെങ്കിൽ 2 കാലിന്റെ മേൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ പല വൈവിധ്യങ്ങളിലൂടെയും അല്ലാഹു നടത്തിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ തന്നെ കാണിച്ചു തരുമ്പോൾ ആ നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല, ആ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ റബ്ബിന്റെ സംവിധാനങ്ങളെ കൗഫിയത്തിലൂടെ നിഷേധിക്കുന്നവർ, അല്ലാഹുവിനെ മനസ്സിലാക്കാത്തവർ, അല്ലാഹുവിലേക്ക് എതിർ പ്രവർത്തിക്കുന്നവർ, വിശുദ്ധ ഇസ്ലാമിനെതിരെ അഹന്ത പ്രവർത്തിക്കുന്നവരെ അവർക്ക് അല്ലാഹുവിനെ ആ മുഖത്തിന്റെ മേൽ എഞ്ഞ് നടത്തിപ്പിക്കാനും സാധിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ മഹ്ശറയിലെ മുഖത്തിന്റെ മേൽ മുഖം കുത്തി നടക്കുന്നവരുണ്ടല്ലോ, അവരും നേരായ നല്ല രീതിയിൽ തല ഉയർത്തി സന്തോഷത്തോടെ റഹ്മാനായ റബ്ബിന്റെ റഹ്മത്തും അവന്റെ കൃപയും അവന്റെ തൗഫീഖും അവന്റെ വലിയ ഇഷ്ടവും അവന്റെ ഫറഹും തൃപ്തിയുമെല്ലാം കാണിച്ചുകൊണ്ട് സന്തോഷത്തോടെ മഹ്ശറയിലേക്ക് നടന്നു വരുന്ന 2 കൂട്ടരാണ്. ഒന്ന് മുഖത്തോടെ മുഖം കുത്തി നടക്കുന്നവരാണെങ്കിൽ മറ്റൊരു ഋജുവായ പാതയിൽ നേരെ തല ഉയർത്തി നിന്ന് നടക്കുന്നവരുണ്ടല്ലോ, അവർ 2 പേരും 2 വിഭാഗവും. ആ 2 വിഭാഗത്തിൽ നിന്ന് ആരാണ് സന്മാർഗം സിദ്ധിച്ചു വരുന്നത്? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് പ്രവർത്തിച്ചു കൊണ്ടുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നാമത്തിന്റെ മൈതാനിയിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നടത്തിക്കൊണ്ടുവരും. ആരൊക്കെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എതിർ പ്രവർത്തിച്ചവരെ കൊണ്ടുവരാനാണ് മുഖത്തിന്റെ മേൽ മുഖം കുത്തിക്കൊണ്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ രീതിയിൽ മനുഷ്യർ കൊണ്ടുവരും. അപ്പോ ഈ നേരായ ഋജുവായ പാതയിലൂടെ നടക്കുന്നവരും അതല്ല മുഖം കുത്തി നടക്കുന്നവരും യഥാർത്ഥത്തിൽ ആരാണ് സന്മാർഗം സിദ്ധിച്ചവരെന്ന് വാർത്തകൾ ചോദിക്കുകയാണ്. സത്യത്തിൽ നേരെ നടക്കുന്നവർക്ക് മാത്രമേ മുമ്പുള്ളത് കാണാൻ സാധിക്കുകയുള്ളൂ. മുഖം താഴോട്ട് നോക്കിക്കൊണ്ട് നടക്കുമ്പോൾ തൊട്ട് മുമ്പുള്ളത് ഇപ്പോൾ കാണാൻ സാധിക്കില്ല. അവിടെയും ഇവിടെ വീണ് ചിലപ്പോൾ പല പ്രശ്നങ്ങളും സംഭവിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് നേരെ ഋജുവായ പാതയിലൂടെ നടക്കുന്നവർക്കാണ് യഥാർത്ഥത്തിൽ സത്യമാർഗം ലഭിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അടുത്ത ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിന്റെ ആദ്യ ഭാഗത്തിലൂടെ ആകാശത്തെ കുറിച്ച് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെ നമുക്ക് സംവിധാനിച്ചു. അവിടെ സുന്ദരമായ വലിയ താരകങ്ങളെ ഘടിപ്പിച്ചിട്ടുണ്ട്. ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും അതുപോലെ തന്നെ മഴയെല്ലാം വർഷിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട വിഭവങ്ങൾ സജ്ജീകരിക്കുന്ന നാഥ, ആ നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് ആകാശത്ത് സൃഷ്ടിച്ചത്. അതിനുശേഷം അല്ലാഹു തആല ഭൂമിയെ കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഭൂമിയെ അല്ലാഹു തആല അധീനപ്പെടുത്തുന്നു. ആ ഭൂമിയിലൂടെ നിങ്ങൾ യഥേഷ്ടം ജീവിക്കുന്നു. മാത്രമല്ല നിങ്ങളുടെ ജീവിത വ്യവഹാരങ്ങൾ നടത്തുന്നു. അതിന്റെ ഇടയിലുള്ളതായ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തരീക്ഷത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനമായിട്ട് പറഞ്ഞത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? അല്ലാഹു തആല പറയുന്നു, അവലം യറൗ ഇല തൗരി ഫൗഖഹും സാഫാത്തിൻ വഖബൻ മാ യുംസികുന ഇല്ലാ റഹ്മാൻ ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ചാണ് ഇതിലൂടെയൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. എന്താ അല്ലാഹു തആല പറയുന്നത്? ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പക്ഷികളുണ്ടല്ലോ, ആ ചിറകുകൾ യഥേഷ്ടം വിരിച്ചുകൊണ്ട് ഇങ്ങനെ പറക്കുകയാണ്. മാത്രമല്ല ആ ആകാശത്ത് പിറക്കുന്ന
ആകാശത്ത് പറക്കുന്ന പക്ഷികളെ അല്ലാഹു തആല ആ അന്തരീക്ഷത്തിൽ നിന്ന് മുകളിലേക്ക് പോകാതെ അതേപോലെ തന്നെ അടർന്ന് താഴോട്ട് വിടാതെ അതിനെ പിടിച്ചു നിർത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് 40 മിനിറ്റോളം പക്ഷികൾ, ദേശാടന പക്ഷികളൊക്കെ ആ നിന്ന നിൽപ്പിൽ നിന്നിങ്ങനെ പറക്കുമ്പോൾ ഉറങ്ങിപ്പോകുമെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. 8 സെക്കൻഡ് മുതൽ 40 മിനിറ്റോളം നിന്ന ആ പറക്കുന്ന അവസരത്തിൽ തന്നെ ഉറങ്ങുന്ന പക്ഷികൾ വരെയുണ്ട്. എന്നിട്ടും അല്ലാഹു തആല എന്താവുന്നില്ല, അതിനെ മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. ഇതൊക്കെ നോക്കുമ്പോൾ, ആയത്തിൽ ചിന്തിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു ഇന്നലെ ഒരു ആയത്ത് ഓതുന്ന സമയത്ത്, ഖുർആൻ ഓതുന്ന സമയത്ത് ഒരു ആയത്ത് കണ്ടപ്പോൾ അന്തം വിട്ടുപോയി. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനെ പലരും പറയുന്നു ഈസാ നബി അലൈഹിസ്സലാം ദൈവമാണ്, മറിയം ബീബി റളിയല്ലാഹു അൻഹ ദൈവത്തിൻ്റെ ഉമ്മയാണ്. എന്നിട്ട് അല്ലാഹു തആല ആയത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനം പറഞ്ഞ ആയത്ത് മുഴുവനായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഏതായാലും അവസാനം വെച്ച് പറഞ്ഞത് ഒരു ചോദ്യമാണ്. അതുപോലെ രണ്ടാളും തിന്നുന്നുണ്ട്, അതേപോലെ കുടിക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പിന്നെ എങ്ങനെ ഒരു ദൈവമാകാൻ? ഒരു ചോദ്യമാണ്. ഈസാ നബി അലൈഹി സ്വലാം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എല്ലാവരും പറയും, മറിയം ബീവിയും ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് പറയും. പടച്ചോനെ പ്രസവിച്ച മറിയം ബീവിയും ഇന്ന് മറ്റുള്ളവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആ മറിയം ബീവിയും ഈസാ നബിയും ഭക്ഷണം കഴിക്കുന്നുണ്ട്, പിന്നെ എങ്ങനെയാണ് അവർ ദൈവമാകുക എന്നുള്ള രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു ചോദിക്കുകയാണ്. അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തലച്ചോറുകൂടിയും പണയം വെക്കാൻ പാടില്ല, റബ്ബിൻ്റെ മുമ്പിലെ പണയം വെക്കാൻ പാടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആകാശത്ത് മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, നാഥനായ റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ ഇതിനെ പിടിച്ചു വെക്കുന്നില്ല. മറ്റാർക്കെങ്കിലും പിടിച്ചു വെക്കാൻ പറ്റുമോ? ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ അമേരിക്കൻ പ്രധാനമന്ത്രിക്കോ ആർക്കും പിടിച്ചു വെക്കാൻ പറ്റുമോ? ഇല്ല. അതിനൊക്കെ ഒരു സൂപ്പർ പവറുണ്ട്. അത് നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം നൽകുമാറാവട്ടെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാണെന്ത്? ആകാശവും ഭൂമിയും ഇതിൻ്റെ ഇടയിലുള്ളതായ അന്തരീക്ഷവും അതുപോലെ തന്നെ നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നതും പറ്റാത്തതുമായ എന്തൊക്കെയുണ്ടോ എല്ലാം സൃഷ്ടിച്ചതായ നാഥനായ റബ്ബ് തന്നെയാണ്. അതേപോലെ തന്നെ നബിയെ തങ്ങൾ പറയുക, അവൻ തന്നെയാണ് നിങ്ങളെയും സൃഷ്ടിച്ചത്. ഉമ്മമാരെ, നമ്മയും സൃഷ്ടിച്ചത് അല്ലാഹു തആലയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു 36 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്ന സാധനം ഈ ഭൂമി ലോകത്തെയല്ല, ബാപ്പയുടെ നരമ്പിലൂടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതായ എന്തോ ഒരു സാധനമായിട്ട്, എന്തോ ഒരു തന്മാത്രയായിട്ട് ഓടുകയാണ്. നമ്മളെ അവസ്ഥയും അത് തന്നെയാണ്. പക്ഷേ അതിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അവസ്ഥയിലേക്ക് സൃഷ്ടിച്ചു കൊണ്ടുവന്നത് ആരാണ്? നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഹബീബിനോട് അല്ലാഹു പറയാണ്, കുൽ നബി അവരോട് പറയുക, ഈ ആകാശവും ഭൂമിയും അതിലുള്ള സകല വസ്തുക്കളും അന്തരീക്ഷവും അതിനുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ജന്മം നൽകി സൃഷ്ടിച്ച് പരിപാലിച്ച് പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അൻശഅക്കും നിങ്ങളെയും ജീവിപ്പിച്ചത്, നിങ്ങളെയും സൃഷ്ടിപ്പിച്ചത് മാത്രമല്ല വജഅല ലക്കും അസ്സമഅ വൽ അബ്സാറ വൽ അഫിദ. അവിടെന്താ ഈ മൃഗങ്ങൾക്ക് പക്ഷികൾക്കൊക്കെ എന്തായിട്ടുണ്ട്? അവർക്കും കണ്ണ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അമ്മക്ക് മാത്രം അല്ലാഹു തആല പറയാൻ കാരണം എന്താ? വജഅല ലക്കും അസ്സമഅ ആ കേൾവി കൊണ്ട് നമ്മൾ കേൾക്കേണ്ടത് ഹറാമായ കാര്യമല്ല, നാഥനായ റബ്ബിനെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വൽ അബ്സാറ കണ്ണ് നൽകി നാഥനായ റബ്ബ് ആ കണ്ണ് കൊണ്ട് കാണേണ്ട വിശുദ്ധ ഖുർആനാണ്. പ്രിയപ്പെട്ട റബ്ബിനെ ഹലാലായ സുന്നത്തായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഹറാമിൽ നിന്ന് കണ്ണിനെ വെട്ടി മാറ്റുകയും ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു. അഫ്ഇദ, ഹൃദയം നൽകി. എന്താ ഇവർക്ക് ഹൃദയമല്ലേ? കോഴിക്കുള്ള ഹൃദയം, പോത്തിനുമില്ലേ? പക്ഷെ അമ്മക്ക് മാത്രം എന്താ ഹൃദയം നൽകി എന്ന് പറയാൻ കാരണം എന്താ? ചിന്തിക്കാനുള്ള ചിന്താശേഷി അത് അല്ലാഹു തആല നമുക്ക് നൽകിയത്. ഖലീലൻ മാ തസ്കുതൊക്കെ നൽകിയിട്ടും
അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന ആൾക്കാർ വളരെ കമ്മിയാണ്. അള്ളാഹു തആല കദ്രിസ്കുമാറാവട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുക ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുക ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുക ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മറ്റു ജീവികളെ പോലെയല്ല നിങ്ങൾക്ക് അല്ലാഹു തആല കാത് നൽകിയിട്ടുണ്ട്. ആ കാത് കൊണ്ട്, അതായത് മനുഷ്യന് ആദ്യമായിട്ട് കേട്ട് കാണുന്നതാവും മനസ്സിലാവും, പിന്നെ കണ്ടിട്ട് നമുക്ക് എന്താവും പലതും മനസ്സിലാവും, പിന്നെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് പലതും എന്താവും ചിന്തകളും ബുദ്ധികളും മറ്റു കാര്യങ്ങളും വരും. മറ്റ് ജീവികളെ പോലെയല്ല നിങ്ങൾ ചിന്താശേഷിയുള്ളവരായിരിക്കണം. അള്ളാഹുവിൻ്റെ നിയമത്തുകളും അനുഗ്രഹങ്ങളും ദൃഷ്ടാന്തങ്ങളും കണ്ടിട്ട് റബ്ബിനെ നമ്മുടെ ഹൃദയത്തിൽ കുടിയിരുത്തണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ പറയുന്നു, വഖലീലു മിൻ ഇബാദിയ ശുക്കൂർ. എൻ്റെ അടിമകളിൽ നിന്ന് ശുക്ർ ചെയ്യുന്ന ആൾക്കാർ വളരെ കമ്മിയാണ്. അല്ലാഹു തആല കദ്രിസ്കുമാറാവട്ടെ. കണ്ണുകൊണ്ട് അല്ലാഹുവിന് നന്ദി ചെയ്യണം, കാതുകൊണ്ട് അല്ലാഹുവിന് നന്ദി ചെയ്യണം, അതേപോലെ തന്നെ ഹൃദയം കൊണ്ട് അല്ലാഹുവിന് നന്ദി ചെയ്യണം. എപ്പോഴും ഫിക്റിലും ദിക്റിലും ആയിട്ട് കൊണ്ടിരിക്കണം. നല്ലത് മാത്രമേ കേൾക്കാൻ വേണ്ടി ശ്രമിക്കാവൂ, നല്ലത് മാത്രമേ കാണാൻ വേണ്ടി ശ്രമിക്കാവൂ. അല്ലാഹു തആല നൽകിയ വലിയ അനുഗ്രഹമാണ് കണ്ണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് കണ്ണ്. ആ കണ്ണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ എത്തിക്കഴിഞ്ഞാലും ഏറ്റവും വലിയ അനുഗ്രഹം കണ്ണുകൊണ്ട് കാണുന്നതാണ്. സ്വർഗ്ഗത്തിലെ ഏറ്റവും താഴ്ന്ന ആള് അയാൾക്ക് ലഭിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ ദുനിയാവിന്റെ സുഖാഡംബരങ്ങളുടെ 2 ഇരട്ടിയാണ് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഏറ്റവും താഴ്ന്നാക്കി കൊടുക്കുക. ഈ ദുനിയാവിലുള്ള ഏറ്റവും വലിയ സുഖത്തിന്റെ 2 ഇരട്ടി, ദുനിയാവിൽ എന്തൊക്കെ സുഖാഡംബരങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ അതിന്റെ 2 ഇരട്ടിയാണ് അല്ലാഹു തആല നാളെ ആഖിറമാവുന്ന ലോകത്ത് ഏറ്റവും താഴ്ന്നാൾക്ക് കൊടുക്കുക. 20,000 വർഷം അല്ലെങ്കിൽ 2,000 വർഷത്തോളം യാത്ര ചെയ്താലും തീരാത്ത അത്രയും വലിയ ഭൂമിയും സുഖാഡംബരങ്ങളും സുഖങ്ങളും സൗകര്യങ്ങളും അല്ലാഹു ചെയ്തു കൊടുക്കുകയാണ് എങ്കിൽ ഏറ്റവും വലിയ ഉന്നത സ്ഥാനത്തുള്ള ആൾക്ക് മഹാത്മ രേഖപ്പെടുത്തുന്നു, അവനക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണോ? അള്ളാഹുവിനെ അവൻ്റെ കണ്ണുകൊണ്ട് 2 പ്രാവശ്യം കാണുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥേഷ്ടം കാണാനുള്ള തൗഫീഖ് പ്രിയപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട ഉമ്മമാരെ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. 2 പ്രാവശ്യം അല്ലാഹുവിനെ കാണുക എന്നുള്ളതാണ് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ലഭിക്കുന്ന ആൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ ഏറ്റവും താഴ്ന്ന ആൾക്ക് എന്താണ്? ഈ ദുനിയാവിൽ 2,000 വർഷത്തോളം യാത്ര ചെയ്താലും തീരാത്ത അത്രയും ഭൂമിയും അതിലുള്ള സൗകര്യങ്ങളും സുഖാഡംബരങ്ങളും നൽകുമോ? അങ്ങനെയാണെങ്കിൽ അല്ലാഹു തആല ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നൽകിയ കണ്ണ്, ആ കണ്ണുകൊണ്ട് നാഥനായ റബ്ബിനെ കാണാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പിന്നെ നമ്മുടെ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് കരയാൻ സാധിക്കണം. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കണ്ണിനേരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തുള്ളി, അതേപോലെ തന്നെ അള്ളാന്റെ മാർഗത്തിൽ ഒലിപ്പിക്കുന്ന രക്തമുണ്ടല്ലോ, ആ രക്തത്തുള്ളിയാണ് അള്ളാഹ്ക്ക്
കണ്ണിൽ നിന്ന് ഒലിപ്പിക്കുന്ന കണ്ണുനീര്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹ്ശറ ഒരൊറ്റ പേരുമില്ലാതെ ഇരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പേർക്ക് നേരിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുകളാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ആരും കാണാതെ ആരും കേൾക്കാതെ ഒറ്റയ്ക്കെങ്കിലും കണ്ണുകളിലെങ്കിലും നമുക്ക് ഒലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് കണ്ണുകൊണ്ട് ചെയ്യുന്ന അവരെ കടമ നമുക്ക് തീർക്കാൻ സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ കണ്ണിൽ നിന്ന് ഒരു നീര്, ഒരു തുള്ളി, ഒരു പുറത്തു പോയി കഴിഞ്ഞുള്ള വലിയ ഇഷ്ടമാണ്. ഒരൊറ്റ തുള്ളി കണ്ണുനീര് മതി നമുക്ക് അല്ലാഹു തആല സംവിധാനിച്ചതായ നരകത്തിലുള്ള സ്പേസ് ഉണ്ട്. ആ സ്പേസ് കെടുത്തിക്കളയാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതേപോലെ തന്നെയാണ് ഫസ്റ്റ് എന്താണ്? കേൾവി. ആരെങ്കിലും എന്തെങ്കിലും പറയാൻ കേൾക്കാൻ നിൽക്കണ്ട, അവിടുന്ന് മാറിപ്പോവുക. നല്ലത് മാത്രം കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റുള്ളവരുടെ കുറവും അതേപോലെ തന്നെ പോരായ്മയും ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയുക, അല്ലെങ്കിൽ അവിടുന്ന് പോവുക. അതെന്തിനാ കേട്ട് നമ്മുടെ ചെവി എന്തിനാണ് നാശാക്കുന്നത്? കണ്ടുകൊണ്ട് നമ്മളുടെ കണ്ണ് എന്തിനാണ് ഞാനും നിങ്ങൾ നാശാക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ ഹൃദയം. ആ ഹൃദയം അല്ലാഹു തആലയാണ് സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. ഹൃദയം കൊണ്ട് അല്ലാഹുവിനെ ഓർക്കാൻ സാധിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാൻ സാധിക്കണം ഹൃദയം കൊണ്ട്. ആ ഹൃദയം എപ്പോഴും അല്ലാഹുവിനെ കുറിച്ചുള്ളതായ സ്മരണയിലായിരിക്കണം, എപ്പോഴും ദിക്റിലും ഫിക്റിലുമായിരിക്കണം. ഒരാളെ കുറിച്ച് നമുക്ക് നമ്മുടെ ഹൃദയത്തിന് എല്ലാവരും ഒന്ന് മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കി എവിടെയെങ്കിലും കോണിൽ ആരോടെങ്കിലും വൈരാഗ്യമുണ്ടോ എന്ന് നോക്കി. اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ഇറങ്ങുക. ആ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു സ്പേസ്മെന്റിലെ ഏതെങ്കിലും ചെറിയ സ്പേസിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടോ, ശരിയുണ്ടോ, ഈ റഹ്മത്തിനെ നിറച്ചുകൊണ്ട് ആദേശമൊന്ന് അലിയിച്ചു കളയുക. ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ, ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ, ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ, അവൾ പറഞ്ഞത് ശരിയായില്ല, അവൾ പറഞ്ഞത് ശരിയായില്ലെങ്കിൽ വേണ്ട പോട്ടെ, എന്താവട്ടെ, നമ്മളെ ഇത് പ്രശ്നമാക്കണ്ട. നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ കയറ്റുമ്പോൾ അപ്പോഴാണ് എന്താവുക, നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ പല പ്രശ്നങ്ങളും വരിക, നമ്മുടെ ശരീരത്തിൽ വരെ അതിൻ്റെ റിയാക്ഷൻ വരുന്ന. നമ്മളെ മനസ്സിങ്ങനെ നമ്മൾ താളം തെറ്റുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് വരെ അതിന്റെ എഫക്റ്റ് വരും. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് എപ്പോഴും ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഖൈർ ഉണ്ടാവണേ എന്ന് ദുആ ചെയ്യാം. റഹ്മാഉ ബൈനഹും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോൾ അവിടെ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, മുഅ്മിനീങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യലാണ്. പ്രിയപ്പെട്ട മരോള് അമ്മായിമാക്ക് വേണ്ടി ദുആ ചെയ്യും, എൻ്റെ അമ്മായിമാക്ക് നീ പൊരുത്തപ്പെടണേ അല്ലാഹ്, അവർക്ക് നീ സ്വർണ്ണം കൊടുക്കണേ അല്ലാഹ്, സന്തോഷം കൊടുക്കണേ അല്ലാഹ്, റാഹത്ത് കൊടുക്കണേ അല്ലാഹ്, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്, മനസ്സിന് നീ നന്നാക്കണേ അല്ലാഹ്, അമ്മായിമാ എങ്ങോട്ടും എൻ്റെ മരോൾക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്, അവർക്ക് നീ സന്തോഷം നൽകണം, അവരുടെ ജീവിതത്തിൽ എൻ്റെ മോനുമായിട്ടുള്ള ജീവിതത്തിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, സന്തോഷം കൊടുക്കണേ അല്ലാഹ്, ഹാപ്പി ആക്കണേ അല്ലാഹ്. ദ്വാരക്കനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യാം. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത്, നല്ല ആൾക്കാരെ മോശപ്പെട്ട ആൾക്കാരെ കണ്ടു അവിടുന്ന് അയാളുടെ വെറുപ്പുണ്ടാവേണ്ടതല്ല. അല്ലാഹു നല്ല ആൾക്കാരെ മോശപ്പെട്ട ആൾക്കാരെ കാണുമ്പോൾ അല്ലാഹ് അയാൾക്ക് മഗ്ഫിറത്ത് കൊടുക്കല്ല, അയാൾ ചെയ്ത് തെറ്റ് അല്ലാഹ് നീ പൊരുത്തപ്പെട്ടു കൊടുക്കല്ല.
അയാളുടെ തൗബ നീ സ്വീകരിക്കല്ല, അയാളെ നീ നന്മയിലേക്ക് നീ അടുപ്പിക്കുക എന്ന് ദുആ ചെയ്യും. എന്നാൽ നല്ല മനുഷ്യന്മാരെ മോശപ്പെട്ട ഓന് വലിയൊരു പണ്ഡിതന്, ഓ വലിയൊരു മൂല്യര്, ഓ വലിയൊരു ആബിദ്, ഓ വലിയൊരു പ്രമാണിച്ച് എന്നുള്ള രീതിയിലല്ല. മറിച്ചെന്താ, റഹ്മാനായ റബ്ബേ, ആ ഉമ്മ സ്വാലിഹായ ഒരു ഉമ്മയാണല്ലോ, എപ്പോ കാണുമ്പോൾ എല്ലാവരും ചിരിക്കുന്ന ഉമ്മയാണല്ലോ, എപ്പോഴും ഖുർആൻ ഓതുകയും അതുപോലെ തന്നെ എന്തൊക്കെ നന്മകളുണ്ടോ അതിലൊക്കെ എപ്പോഴും കൂടെ നിൽക്കുന്നൊരു ഉമ്മയാണല്ലോ. റഹ്മാനായ റബ്ബേ, നീ ധാരാളം ആ ഒരു നന്മയുടെ മേൽ ഇനിയും നീ നിർത്തല്ല, ആ നന്മ എപ്പോഴും ദായിമാക്കല്ല, അതിന് ധാരാളം പ്രതിഫലം കൊടുക്കല്ല. ആ ഉമ്മയുടെ അല്ലെങ്കിൽ ആ മനുഷ്യന്റെ അവസ്ഥ കണ്ടിട്ട് എന്നെയും നീ എന്താണ് റബ്ബേ ആ നന്മയിലേക്ക് നീ അടുപ്പിക്കണമല്ല. അങ്ങനെയാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. നമ്മുടെ ഖൽബ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം, മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും ചിന്ത ക്ലിയർ ആയിരിക്കണം. അള്ളാന്റെ ഹബീബ് റസൂലുള്ളാഹി നമ്മുടെ സഹാബത്തിൽപ്പെട്ട ഒരു സഹാബി ഇങ്ങനെ വന്ന് പോയ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, സ്വർഗത്തിൽപ്പെട്ട ഒരാളെ കാണി മാണി കണ്ടോളിയാണ്. സ്വർഗത്തിലുള്ളതായ ഒരു വ്യക്തിയാണ് കാണും, മാണി കണ്ടോളി. അപ്പൊ ബഹുമാനപ്പെട്ട ഒരു സഹാബി എന്തായി, ഇതെന്താ ഇയാൾ നാടൻ മനുഷ്യന്, ആൾക്കാരുടെ ഇടയിൽ വലിയ വിലയും ഒരു കൂലിയും വിലയൊന്നും ഇല്ലാത്തൊരു പാവപ്പെട്ട മനുഷ്യന്, അയാൾ എന്താ ഇത്ര വലിയ നിമിത്തങ്ങൾ ഇയാളെ മാത്രം എടുത്ത് പറയാനുള്ള കാരണം എന്താ? ആ സ്വഹാബിയുടെ പിന്നാലെ പോയി അയാൾ അന്വേഷിച്ചു, അയാളെ വീട്ടിലെത്തി. 2 ദിവസം ഞാൻ നിങ്ങളുടെ കൂടെ തങ്ങട്ടെ എന്ന് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അതിഥിയാണെന്ന് പറഞ്ഞു, ഭക്ഷണം കൊടുത്തു. 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു പോന്നപ്പോൾ പറയണേ, ഞാൻ ഇപ്പം നിങ്ങളെ അതിഥിയാകാൻ വേണ്ടി വന്നതല്ല, റസൂലുള്ളാഹി തങ്ങൾ നിങ്ങളെ കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ കാര്യം? നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണ്, സ്വർഗത്തിന്റെ അവകാശിയെ കാണുമെങ്കിൽ ഇപ്പൊ കണ്ടോളി മൂപ്പരെ എന്ന് പറഞ്ഞു. അങ്ങനെ റസൂല പറഞ്ഞതുകൊണ്ട് എന്താ നിങ്ങൾ ഞങ്ങളെക്കാൾ കൂടുതലായിട്ട് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അപ്പോ ആ സഹാബി പറഞ്ഞു, ഞാൻ നിങ്ങളെ നിരീക്ഷിച്ചപ്പോൾ ഞങ്ങൾ നിസ്കരിക്കണം, അത്ര ഞങ്ങൾ നിസ്കരിക്കണം, ഓരോട്ടും ഇങ്ങനെ നിസ്കരിക്കണില്ല, കുറെ ഖുർആൻ ഓതുന്നില്ല, കുറെ നന്മകൾ കാര്യങ്ങളും ചെയ്യുന്നില്ല, ഒരു മേഡ് ലെവലിലാണ് നിങ്ങളുടെ ജീവിതം എനിക്ക് മനസ്സിലായി, ഞങ്ങളെപ്പോലെ തന്നെയാണ് മനസ്സിലായി. എന്താ കാര്യമെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് വരെ എൻ്റെ ഹൃദയത്തിൽ ഒരാളോടും വെറുപ്പില്ല, വിദ്വേഷമില്ല, ഒരു ദേഷ്യവുമില്ല. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാസർഗോഡ് ജോലി ചെയ്യുന്ന സമയത്ത് പരപ്പ എന്ന് പറയുന്നൊരു സ്ഥലത്ത് അവിടെ പള്ളിയുടെ നവീകരണാർത്ഥം ആ പള്ളി പൊളിച്ച സമയത്ത് പള്ളിക്ക് വേണ്ടി ഫില്ലറിന് വേണ്ടി കുഴി കുഴിക്കുന്ന സമയത്ത് ഒരു ഖബർ കണ്ടു. അതായത് കുഴി കുഴിക്കാൻ വേണ്ടി ഖബർ മാന്താണ്, ഫില്ലറിന് വേണ്ടി കുഴി കുഴിക്കാൻ വേണ്ടി ഖബർ മാന്തിയപ്പോൾ ഒരു പച്ച നാടന്, നമ്മളെ നാട്ടിലൊക്കെ പറയാം നാടൻ കാക്ക എന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഒരു പച്ച നാടൻ, ഓരോ നാട്ടിൽ പറയുന്നത് നാടനിച്ച എന്ന് പറയാം, അതേപോലെ തന്നെ ഒരു പച്ച നാടൻ കാക്ക, മൂപ്പര ഖബറാണ്. 15 വർഷം മുമ്പ് മരണപ്പെട്ട ആളാണ്. പക്ഷെ ആ ഖബർ അവിടുത്തെ ആ ഒരു സെക്രട്ടറി പറയുന്നത് അന്ന് ഒരു 10 വർഷം മുമ്പാണ്. ആ ഖബറിൻ്റെ ആ മൂട് കല്ലിങ്ങനെ എടുക്കുന്ന സമയത്ത് അതിനുള്ള നല്ലൊരു സുഗന്ധം ഞങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിച്ചു. ആ ഖബറിൽ നിന്ന് ഞങ്ങൾ എന്തായി ആ ബോഡി എടുത്തു. അൽഹംദുലില്ലാ, ഒരു പ്രശ്നവുമില്ല. 15 വർഷം മുമ്പ് വാപ്പ മരിക്കുന്ന സമയത്ത് മകൻ ഗൾഫിലാണ്, ഈ മകൻ ഇപ്പോൾ പള്ളി നന്നാകുന്ന നമ്മുടെ നാട്ടിലുണ്ട്. അന്ന് വാപ്പാൻ്റെ മോറ് കാണാത്ത മകൻ എന്തായി ഇന്ന് എന്തായി ഉഷാറായിട്ട് കണ്ടു. അയാളെ കുറിച്ച് നാട്ടുകാർ പറയുന്നത് അയാൾക്ക് 2-3 ചെറിയൊരു ചില്ലറ കച്ചവടം, ജനങ്ങളോട് ഓവറായിട്ട് തർക്കിക്കാനോ മറ്റൊന്നും, എല്ലാവരോടും സുസ്മേരവദനായിട്ട് ഇങ്ങനെ ചിരിച്ചു. ബാക്കിയുള്ള സമയങ്ങളൊക്കെ പള്ളി, മറ്റു കാര്യങ്ങൾ, നന്മകൾ ഉണ്ടാവും. എൻ്റെ നാട്ടിലെ ഒരാൾ പറഞ്ഞിട്ട് എന്ത്, ആ നാട്ടിൽ 2 ഖബറുണ്ട്. ഒരു ഖബർ പെണ്ണിൻ്റെ ഖബറാണ്, ആരാ എന്താണെന്നറിയില്ല, എന്താ ഇങ്ങൾക്കും ആയിക്കൂടെ. നാട്ടിൽ ഇതേപോലെ 2 ഖബർ മാന്തി സമയത്ത് ഒരു ഖബറിൽ ഒരാണ്, ഓക്കെ, ഒരു മൂല്യാര്, മറ്റേ ഖബറിൽ ഒരു പെണ്ണാണ്. ആ പെണ്ണ് ആരുടെ പെണ്ണാണ്, ആരുടെ ഉമ്മയാണ്, ആരുടെ ഭാര്യയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. എന്തേ നമുക്കും ആയിക്കൂടെ അതേപോലെ. എന്താണ്? ഖൽബ് ക്ലിയർ ആണ്. ആദ്യം ഇങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് ഖൽബ് ക്ലിയർ ആണ്, ഫആദ് ഹൃദയം ശരിയാവണം എന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വല്ലദീ അൻശഅകും വജഅല ലക്കും അസ്സമഅ വൽ അബ്സാറ വൽ അഫീദ ഖലീലൻ മാ തശ്കുറൂൻ. അല്ലാഹു തആല ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളൊക്കെ നന്ദി ചെയ്യുക എന്നുള്ളത് മനുഷ്യവർഗത്തിനുള്ള വളരെ തുച്ഛമാണ്, വളരെ തുച്ഛമാണ്. എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, ആദ്യം ശരീരത്തോട് പിന്നെ നിങ്ങളോട് ഇന്ന് മാറി ചിന്തിക്കുക. റഹ്മാനായ റബ്ബിലേക്ക് ധാരാളം ശുദ്ധ ചെയ്യാനും അല്ലാഹുവിലേക്ക് അടുക്കാനും നന്മകൾ ചെയ്യാനും പരസ്പരം സ്നേഹിക്കാനും പരസ്പരം ഇഷ്ടപ്പെടാനും പരസ്പരം നന്മകൾ ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനുമുള്ള മനസ്സ് ഹൃദയം കൊണ്ടെങ്കിലും മറ്റു മുഅ്മിനീങ്ങൾക്ക് വേണ്ടി
ചെയ്യാനുള്ള മനസ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ അനുഗ്രഹങ്ങളുടെ വലിയ മായാതനകൾ തുറന്നു. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അസ്റൂ ബിൽ ഇജാബത്തി ബിൽ ദുആ ഇൻദ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും എളുപ്പം ദുആ സ്വീകരിക്കുന്ന ദുആയാണ് ഞാൻ നിങ്ങളറിയാതെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദുആ അല്ലാഹു തആല എത്രയും പെട്ടെന്ന് സ്വീകരിക്കും. അതോടുകൂടെ ഞാൻ എനിക്ക് ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ അതും അല്ലാഹു തആല സ്വീകരിക്കും. കാരണം എന്താ? നിങ്ങളറിയാതെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുകയാണെങ്കിൽ ആ ദുആ പെട്ടെന്ന് അല്ലാഹു സ്വീകരിക്കും. നിങ്ങൾപ്പെട്ടൊരു ഉമ്മ മറ്റൊരു ഉമ്മാക്ക് വേണ്ടി ആ ഉമ്മ അറിയാതെ ആ ഉമ്മാക്ക് ഖൈർ കൊടുക്കണേ അല്ലാഹ് എന്ന രീതിയിൽ ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആ അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കും. അതോടുകൂടെ നമ്മളതോടെയാണ് ആഡ് ചെയ്താൽ മതി. അടിപൊളിയായി നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു തആല റാഹത്താക്കും, ആ ഉമ്മാക്കളും റാഹത്താക്കും. അഥവാ സ്വീകരിച്ചിട്ടില്ലെങ്കിലോ ദുആന്റെ അവസ്ഥ എന്താണ്? 3 കാര്യങ്ങൾ ദുആ. ഒന്നുകിൽ എന്താവും? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താവും? ഓൺ ദി സ്പോട്ടിൽ എന്താവും? അല്ലാഹു തആല ദുആ സ്വീകരിക്കും. അതല്ലെങ്കിൽ കുറച്ച് വൈകിക്കും. നമ്മൾക്ക് ക്ഷമയും കൂടുതൽ കൂലി ലഭിക്കാൻ വേണ്ടി വൈകിപ്പിക്കും. മൂസാ നബി സ്വല്ലല്ലാഹു 40 വർഷങ്ങൾക്ക് ശേഷമാണ് അല്ലാഹു തആല ദുആ സ്വീകരിച്ചിട്ട് അതിനൊരു ജവാബ് കൊടുത്തത്, ഫിറഔൻ മുക്കി കൊലപ്പെടുത്തിയത്. അതുമല്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താവും? നാളെ ആഖിറമാവുന്ന ലോകത്ത് അതിന്റെ പ്രതിഫലം നൽകും. അതാണ് കാണുമ്പോൾ അന്തം പെടും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത്, എത്തിനാ പടച്ചോനെ ഞാൻ നിനക്ക് അവിടെ തന്നെ ദുനിയാവിൽ തന്നെ നീ ഉത്തരം നൽകിയത്. കാരണം എന്താ? ആ ദ്വാന്റെ പ്രതിഫലം എത്ര കയ്യും കണക്കും ഉണ്ടാവില്ല ആഖിറമാവുന്ന ലോകത്ത് വെച്ചുകൊണ്ട്. അവിടുന്ന് നമ്മൾ ആലോചിക്കും, റബ്ബേ എന്തിനാണ് ഞാൻ കുറെ ദ്വാ ചെയ്തു, ആ ദ്വാക്ക് എന്തിനാണ് നീ ദുനിയാവിൽ വെച്ച് തന്നെ നീ സ്വീകരിച്ചത് അല്ലാഹ്, അതിന്റെ പ്രതിഫലം നീ ദുനിയാവിൽ എന്തിനാണ് എനിക്ക് നൽകിയത് അല്ലാഹ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയാണ്, നമുക്ക് ഇത് മൈൻഡ് ചെയ്യാം. നബിയെ താങ്കൾ പറയുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാ ഭൂഖണ്ഡത്തിലും. ഈ ഭൂഖണ്ഡത്തിലും മനുഷ്യന്മാരുണ്ടല്ലോ, ആരാണ് ഇതിനൊക്കെ സംവിധാനിച്ചത്? അല്ലാഹു തആലയാണ്. മനുഷ്യന്മാർക്ക് ഓരോ അഡ്രസ് കൊടുത്തത് ആരാണ്? അല്ലാഹു തആലയാണ്. ഇതൊക്കെ വ്യാപിപ്പിച്ചത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എവിടൊക്കെ ആയാലും തന്നെ അല്ലാഹുവിന്റെ അടുത്തേക്ക് തന്നെ പടച്ചു തമ്പുരാന്റെ അടുത്തേക്ക് തന്നെ നിങ്ങളെ സംഗമിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങളെ അല്ലാഹു തആല ഒരുമിച്ച് കൂടപ്പെടും. മഹ്ശറയിലെ ആലമുൽ അർവാഹിലെ നമ്മളെല്ലാവരും ഒരു മഹ്ശറിൽ നിൽക്കുമ്പോൾ എല്ലാവരും ഒപ്പായിരുന്നു. നമുക്കാർക്കും ഓർമ്മല്ല, പക്ഷേ അവിടെ അല്ലാഹു തആല നമ്മളെല്ലാവരെയും എന്തായിട്ടുണ്ട്? സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നമ്മൾ പ്രസവിച്ചു. ഒരു 2 വയസ്സ് വരെ ആർക്കും ഓർമ്മ ഉണ്ടോ? ഈ ദുനിയാവിൽ നിങ്ങൾ കാട്ടിക്കൂട്ടിയത് ഇച്ചു ഓർമ്മയില്ല, നിങ്ങൾക്ക് ആർക്കും ഓർമ്മ ഉണ്ടോ? ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ആലമുൽ അർവാഹിൽ അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഭൂമിയിലേക്ക് അയച്ചു. പല നാടുകളിലും പല സ്ഥലങ്ങളിലും പല ഗോത്രങ്ങളിലും പല അഡ്രസ്സുകളിലും നമ്മളാക്കി മാറ്റി. പക്ഷേ ഇനി അല്ലാഹു തആല ഖിയാമത്ത് നാളിന്റെ സമയത്ത് നമ്മളെല്ലാവരെയും അല്ലാഹുവിന്റെ അടുത്തിലേക്ക് തന്നെ അടുത്തിലേക്ക് തന്നെ ഒരുമിച്ച് കൊണ്ടുപോവുകയും ചെയ്യും. അതാണ് അല്ലാഹുവിലേക്ക് ഒരുമിച്ച് കൊണ്ടുപോകും. രണ്ടോടത്ത് ഇഖ്ഫ ആണ്. സാക്കിനാനൂന്റെ ശേഷം കാഫ് വന്നു, സാക്കിനാനൂന്റെ ശേഷം എന്തായി? താ വന്നു. അവിടെ രണ്ടോടത്തും ഇഖ്ഫ. പിന്നെ കുന്തും സ്വാദിഖീൻ ഓതാൻ പാടില്ല. കുന്തും സ്വാദിഖീൻ
സാക്കിനായ മീമിന് ശേഷം സ്വാദ് വന്നപ്പോൾ ഇദ്ഹാർ. സാക്കിനായ മീമിന്റെ വിധികൾ വീണ്ടും പറയണം. എന്ത്? സാക്കിനായ മീമിന്റെ ശേഷം ബാവ് വന്നാൽ ഇഖ്ഫാ, അവിടെ എന്താണ്? മറച്ചുവണിച്ച് ഉച്ചരിക്കണം. സാക്കിനായ മീമിന്റെ ശേഷം മീമ് വന്നാൽ ഇദ്ഗാം, അതല്ലാത്ത മറ്റേത് അക്ഷരം വന്നാലും വെളിവാക്കി ഉച്ചരിക്കണം. കുന്തും സാദിഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വയഖൂലൂന, മക്ക ഖുറൈശികൾ പറയുന്നു, എപ്പോഴാണ് അങ്ങ് വാഗ്ദാനം ചെയ്തതായ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ പുനരുദ്ധാരണ ദിവസം, ആ വാഗ്ദാനം ചെയ്ത ദിവസം എന്നാണ് സാക്ഷാത്കൃതമാവുക? എന്നാണ് മുഹമ്മദെ സാക്ഷാത്കൃതമാവുക? എന്നാണ് അത് സംഭവിക്കുക? അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുന്നു, ഇവരിങ്ങനെ കളയാതെ ചോദിക്കുക, എന്നാ ഇജ്ജ് പറഞ്ഞ ആ ഒരു മഹ്ശർ ഉണ്ടല്ലോ, എന്നാണ് ആ ഖിയാമത്ത് നാൾ എന്നാ ഉണ്ടാവുക എന്നിങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിനോട് ഇങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിനെ അക്കാറാക്കി ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളോട് പറയുക, നബിയെ പറയുക, ഇന്നമാ അന നദീറും മുബീൻ. നബിയെ താങ്കൾ പറയുക, അതിനെക്കുറിച്ചുള്ള അറിവ് എന്നാ ഖിയാമത്ത് നാൾ ഉണ്ടാവുക എന്നുള്ളത് അത് ആരെടുത്ത് മാത്രമാണ്? അല്ലാഹുവിற்கு മാത്രമാണ് അതിനെ കുറിച്ച് അറിയുക. നിശ്ചയമായിട്ട് ഞാനൊരു മുന്നറിയിപ്പുകാരനാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് മുഴുവനായിട്ട് പറയാൻ ഇപ്പം സമയം ഉണ്ടാവില്ല. ഏതായാലും ഇവിടെ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ പറയുക. ഏതായാലും അള്ളാഹിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് പറയാണ്, എന്തേ നബിയെ താങ്കൾ പറയുക, ഇന്നമൽ ഇൽമു, നിശ്ചയമായിട്ടും ഇൽമ്, ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള ഇൽമ് അത് അള്ളാഹിന്റെ അടുത്ത് മാത്രമാണ്. ഞാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരനാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനെ പോലും എന്നാണ് ഖിയാമത്ത് നാൾ എന്ന് അള്ളാഹ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഒരു ഹദീസ് ഉണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഹദീസ്, ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. ആ ഹദീസിലൂടെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ജിബ്രീൽ ചോദിക്കുന്നുണ്ട്, മതസ്സഅതു യാ റസൂലുള്ളാഹി, നബിയെ എന്നാണ് ഖിയാമത്ത് നാൾ? മൽ മസ്ഊലു അൻഹു ബിഅലമ അനിസ്സായിൽ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ചോദിക്കപ്പെടുന്ന ആളുണ്ടല്ലോ, ഞാനേ ഈ ചോദിക്കുന്ന നിന്നേക്കാൾ കൂടുതൽ വിവരമുള്ള ആളല്ല. എനിക്ക് ഇപ്പൊക്കെ എന്താണ് ഒരേ രീതിയിൽ എന്താവുള്ളൂ അറിയുള്ളൂ. അല്ലാഹു തആല കൃത്യമായിട്ട് അറിയുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുന്ന നബിയെ, ജിബ്രീൽ അലൈഹിസ്സലാം പറയണേ എന്നാണ് ഖിയാമത്ത് നാൾ എന്ന് ചോദിച്ചപ്പോൾ നബി പറയണേ, ജിബ്രീലെ എനിക്കും നിനക്കും ഒരേപോലെ അറിയുള്ളൂ. അതിന് കൃത്യമായിട്ടുള്ള വിവരം ആർക്കറിയില്ല, ഇച്ചും അറിയില്ല, എനിക്കും അറിയില്ല. അപ്പോൾ അതിന്റെ അടയാളങ്ങൾ എന്താണ്? നബി അതിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ അടയാളം കൃത്യമായിട്ട് ഡേറ്റ് പറയോ? പറഞ്ഞിട്ടില്ല. അതിന്റെ അടയാളങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് 100 കണക്കിന് അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ട് വരികയാണ്. കസ്റത്തുൽ ഹർജ്, കൊലപാതകം അധികരിക്കുക, എത്തിനാ കൊന്നത്, എന്തിനാ കൊന്നത്, എങ്ങനെ കൊന്നത് ഒന്നും അറിയില്ല. ആത്മഹത്യ അധികരിക്കുക, അതേപോലെ തന്നെ മറ്റുള്ളവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുക, വ്യഭിചാരം അധികരിക്കുക. അള്ളാഹുവിന്റെ ഹബീബ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുത്തത് എന്താണ്? അൻതലിദൽ അമതു റബ്ബതാ. അല്ലാഹു തആല കാത്തിരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടിമ സ്ത്രീ യജമാനത്തെ പ്രസവിക്കലാണ്. അതിൻ്റെ വിശദീകരണത്തിൽ മഹാത്മാർ പറയുന്നു, ബാപ്പാനെയും ഉമ്മായെയും വെറുപ്പിക്കുന്ന ധിക്കരിക്കുന്ന മക്കളുണ്ടാവലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വൃദ്ധസദനങ്ങൾ കൂണുപോലെ മുളച്ചു പൊന്താണ് പലയിടത്തും. കാരണം എന്താ? ബാപ്പാനെ ഇമ്മാനെ നോക്കാൻ പറ്റുന്നില്ല. നമുക്കറിയുന്ന പല വീടുകളുണ്ട് നാട്ടിലൊക്കെ, 2-2.5 കോടിക്കൊക്കെ വലിയ വീട് വെച്ച്, 2.5 കോടിക്കൊക്കെ വീട് വെച്ച്, നമ്മൾ അറിയപ്പെട്ട നമ്മൾ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ്. 2.5 കോടിക്കൊക്കെ വീട് വെച്ചിട്ട് മക്കൾ മൊത്തം ഗൾഫിൽ, ഭാര്യയും മക്കളും എല്ലാം ഗൾഫിൽ, വയസ്സായ ഉമ്മയും ബാപ്പയും മാത്രം ആ വലിയൊരു വീട്ടിൻ്റെ ഉള്ളിൽ കിടക്കുക. അല്ലാഹു തആല കാത്തിരിക്കുമാറാവട്ടെ. നമ്മളെ മക്കൾക്കൊക്കെ ബോധം നൽകുമാറാവട്ടെ.
എന്താ ഞാൻ ബാപ്പാക്ക് പൈസ കൊടുക്കണ്ടല്ലോ. പക്ഷെ ഈ വയസ്സാകുന്ന സമയത്ത് അവർക്കൊരു സ്വാതന്ത്ര്യത്തിൻ്റെ വാക്ക് കിട്ടുക എന്നുള്ളത് അവർക്ക് കോടികൾ കൊടുക്കുന്നതിനേക്കാളും വലുതാണ്. പ്രിയപ്പെട്ട ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ ആ നെറ്റിലൊരു ഉമ്മ വെക്കാനെങ്കിൽ നമുക്ക് സാധിക്കണം. അതൊക്കെ കണ്ണുനീര് പലപ്പോഴും കണ്ണറിയാതെ കരഞ്ഞു പോകും. എനിക്കൊരു വല്യമ്മയുണ്ട്, പല സമയത്ത് പറഞ്ഞിട്ടോ അറിയില്ല. ഏതായാലും ആ വല്യമ്മയുടെ കുറച്ച് ഒരു 80 വയസ്സായിട്ട് ഉമ്മാൻ്റെ ഉമ്മ അഥവാ അടുത്തടുത്ത് പോകുന്ന സമയത്ത് ആ നെറ്റിക്കൊരു ഉമ്മ വെച്ച് കഴിഞ്ഞാൽ അറിയാതെ അങ്ങനെ തേങ്ങും വല്യമ്മ. ഒരു ദിവസം ഫോൺ വിളിച്ചിട്ട് ഉമ്മാണ്ട് പറയണം എൻ്റെ കുട്ടീനെ ഉമ്മ വെച്ചു. ആ വയസ്സായവർക്കൊക്കെ അങ്ങനെ ഒരു താങ്ങും തണലുമാവേണ്ട സമയത്ത് ഇവരൊക്കെ എല്ലാവരും പറന്നു പോവുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, അള്ളാൻ്റെ ഹബീബ് പറഞ്ഞ കാര്യമില്ലേ നടക്കണ്ടേ. പക്ഷെ നമ്മളെ കൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന് നമ്മൾ എന്താണല്ലോ ശ്രദ്ധിക്കണം. നമ്മളെ കൊണ്ട് ആരോ അള്ളാൻ്റെ ഹബീബ് പറഞ്ഞതായ ഖിയാമത്ത് നാളിൻ്റെ അടയാളം നമ്മളെ കൊണ്ട് നടക്കാൻ പാടില്ല. നമ്മളെ വീടുകളിൽ അതിൻ്റെ അടയാളം ഉണ്ടാവാൻ പാടില്ല. അതിന് നമ്മളെന്താണ് ശ്രമിക്കുക. കാരണം എന്താ, ആ വയസ്സന്മാരായ ഉപ്പയുടെയും ഉമ്മയെയും ഒന്ന് താലോലിക്കുകയും അവരൊന്ന് അവരെ ചിരിപ്പിച്ചാൽ മതി. അതിലൊക്കെ കൂടി എത്രയാണ് നമ്മൾ മനസ്സൊന്നും ചെയ്യണം. സ്വന്തം മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന വയാധാരമാക്കുന്ന മക്കൾ ഉണ്ടാവുക എന്നാണ് മഹാന്മാരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ വലിയ വലിയ എടുപ്പുകൾ ഉണ്ടാക്കി വലിയ നിർമ്മാണങ്ങളും വലിയ കെട്ടിടങ്ങളും വലിയ വലിയ ഹൈലൈറ്റ് മാളുകളും പലതൊക്കെ ഉണ്ടാക്കിയിട്ട് മത്സരിക്കുന്നത് കാണാം. ആരെ? പട്ടിണി പാവങ്ങളായ കുറേ ആൾക്കാർ പിന്നീട് പെട്ടെന്ന് പണക്കാരായിക്കൊണ്ട് പെട്ടെന്ന് വലിയ വലിയ കോംപ്ലക്സുകൾ മറ്റുണ്ടാക്കി വലിയ പണക്കാരായിട്ട് മാറുക കാണുന്ന വിഷയമാണ് ഇതൊക്കെ. അള്ളാഹു തആല കാത്തിരിച്ചുമാറാവട്ടെ. അപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് ഖിയാമത്ത് നാൾ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ അതിൻ്റെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യുദ്ധം നടക്കും. പിന്നെ അതുപോലെ തന്നെ പലരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന ഈ കൊന്ന ആൾക്ക് എന്തിനാണ് ഞാൻ കൊന്നതെന്ന് അറിയില്ല, കൊല്ലപ്പെട്ട ആൾക്ക് എന്തിനാണ് കൊല്ലപ്പെട്ടതെന്ന് അറിയില്ല. കഴിഞ്ഞ ആ ഗാസ യുദ്ധത്തിലൊക്കെ ലോകത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത ബാൻഡ് ആയിട്ടുള്ളതായ കുറേ എക്യുപ്മെൻസുകളൊക്കെ വെച്ചിട്ട് വലിയ ആയുധങ്ങളൊക്കെ വെച്ചിട്ട് ഇസ്രായേൽ എന്താണ് ഈ വീടുകളിലേക്ക് ഇടുമ്പോൾ ഈ വീട്ടിലേക്ക് ഇതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിലേക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിലേക്കോ ഹോസ്പിറ്റലിലേക്കോ ഇടുന്ന സമയത്ത് അതിൻ്റെ ചൂട് കൊണ്ട് എല്ല് പോലും ഉരുകി പോകുന്ന അവസ്ഥയിൽ അങ്ങനെ കുറേ ആൾക്കാരെ കാണാതായിട്ടുണ്ട്. ചൂട് കാരണം മനുഷ്യന്മാർ ആവിയായിപ്പോയി. അങ്ങനത്തെ ആയുധങ്ങളാണ്. എന്തിനാണ് കൊന്നതെന്ന് കൊല്ലപ്പെട്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ടൊക്കെ അള്ളാഹുവിലേക്ക് അടുക്കുക, ധാരാളം സുഹൃത്തുക്കൾ ചെയ്യുക, എപ്പോഴും നമ്മളെ മനസ്സ് ക്ലിയറാക്കുക. പിന്നെ അള്ളാഹുവിനോട് എപ്പോഴും റഹ്മത്ത് ചോദിക്കുക. വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ദിനരാത്രങ്ങളാണ് മുമ്പിൽ കഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഒന്നും മിസ്യൂസ് ചെയ്യാതെ എല്ലാം ഉപകാരപ്രദമായ രീതിയിൽ നമ്മൾ എന്താവണോ ഉപയോഗിക്കുക. ഞാനും നിങ്ങളും അതിനു വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആയിലേക്ക് കടക്കാണ്. إلى حضرة نبينا محمد المصطفى صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. قرأت صلاة الفاتحة.
اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. വിശുദ്ധ റമദാനിൻ്റെ ദിവസമാണ്, തിങ്കളാഴ്ചയാണ്. നമ്മൾ എന്തൊക്കെ തെറ്റുകളുണ്ടോ അതൊക്കെ വെച്ച് മനസ്സിൽ കരുതിയിട്ട് സീദുൽ ഇസ്തിഗ്ഫാർ ചെയ്യുക. അല്ലാഹു തആല ആ തെറ്റുകളൊക്കെ വിട്ടുപുറത്ത് മാത്രം മാറാൻ. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. اللهم أنت ربي لا إله
إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت يا حي يا قيوم برحمتك نستغيث 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 أسماء الحسنى شريك دعاء ചെയ്യാം بسم الله الرحمن الرحيم ولله الأسماء الحسنى فادعوه بها هو الله الذي لا إله إلا هو الرحمن جل جلاله الرحيم جل جلاله الملك جل جلاله القدوس جل جلاله السلام جل جلاله المؤمن جل جلاله المهيمن جل جلاله العزيز جل جلاله الجبار جل جلاله المتكبر جل جلاله الخالق جل جلاله البارئ جل جلاله المصور جل جلاله الغفار جل جلاله القهار جل جلاله الوهاب جل جلاله الرزاق جل جلاله الفتاح جل جلاله العليم جل جلاله القابض جل جلاله الفاسد جل جلاله الحافظ جل جلاله الرافع جل جلاله المعز جل جلاله المذل جل جلاله السميع جل جلاله البصير جل جلاله الحكم جل جلاله العدل جل جلاله اللطيف جل جلاله الخبير جل جلاله الحليم جل جلاله العليم جل جلاله الغفور جل جلاله الشكور جل جلاله العلي جل جلاله الكبير جل جلاله الحفيظ جل جلاله المقيت جل جلاله الحسيب جل جلاله الجليل جل جلاله الكريم جل جلاله الرقيب جل جلاله المجيب جل جلاله الواسع جل جلاله الحكيم جل جلاله الودود جل جلاله المجيد جل جلاله الباعث جل جلاله الشهيد جل جلاله الحق جل جلاله الوكيل جل جلاله القوي جل جلاله المتين جل جلاله الولي جل جلاله الحميد جل جلاله المحصي جل جلاله المبدئ جل جلاله المعيد جل جلاله المحيي جل جلاله المميت جل جلاله الحي جل جلاله القيوم جل جلاله الواجد جل جلاله الماجد جل جلاله الواحد جل جلاله الأحد جل جلاله الصمد جل جلاله القادر جل جلاله
المقدم جل جلاله المؤخر جل جلاله الأول جل جلاله الآخر جل جلاله الظاهر جل جلاله الباطن جل جلاله الوالي جل جلاله المتعالي جل جلاله البر جل جلاله التواب جل جلاله المنتقم جل جلاله الغفور جل جلاله الرؤوف جل جلاله مالك الملك ذو الجلال والإكرام جل جلاله المقسط جل جلاله الجامع جل جلاله والغني جل جلاله المغني جل جلاله المانع جل جلاله الضار جل جلاله النافع جل جلاله النور جل جلاله الهادي جل جلاله البديع جل جلاله الباقي جل جلاله الوارث جل جلاله الرشيد جل جلاله الصبور جل جلاله. നമ്മൾ മരണപ്പെട്ടു പോയവരും എല്ലാവർക്കും വേണ്ടി എല്ലാവരും സാധ്യത إلى حضرة روح نبينا محمد وشفينا محمد صلى الله عليه وسلم وإلى حضرة من ماتوا منا الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقهد والمرض والألم. اسمه مكتوب مرفوع مسطور منقوش في اللوح والقلم. سيد العرب والعجم جسمه مقدس معدر مطهر منور في البيت والهرم. شمس الضحى بدر الدجى صدر العلا والهدى في الورى مصباح الظلم. جبريل الشيم شفيع الأمم صاحب الجود والكرم. الله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه. وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده. سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين. سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله. يا أيها المشتاقون بنور جماله صلوا عليه وآله وأصحابه وسلموا تسليما.
اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وأصحابه وصحبه وسلم أرحم الراحمين രാജാതിരാജനായ അല്ലാഹ് അർഹമുർറഹീമായ രാജാതിരാജനായ അല്ലാഹ് ഖഹാറും വദൂദും ലതീഫും റഹ്മാനും റഹീമുമായ അല്ലാഹ് നമ്മുടെ ഈ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിന്റെ സവാബിനെ ഹബീബായ നമ്മുടെ കരളിന്റെ കഷ്ണമായ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ തിരുഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ അസ്ഹാബിന്റെയും അഹ്ലുബൈത്തിന്റെയും മിത്രത്തിന്റെയും ദുരിയാത്തിന്റെയും സകലമാന അംബിയാ മുർസലീങ്ങളുടെയും ആരിഫീങ്ങളുടെയും ശുഹദാക്കളുടെയും ബദരീങ്ങളുടെയും ഉഹ്ദീങ്ങളുടെയും ഖന്തഖീങ്ങളുടെയും എല്ലാവരുടെയും ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. നിന്റെ അഹ്ലുൽ ഖൈറിന്റെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഖവാജ മുഈനുദ്ദീൻ അൽ ജിശ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാദിശിൽ അൽബദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അബൂ ത്വാഹിൽ അൽബദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അഹ്മദ് സയ്യിദ് അലവിൽ മൻഫുറമി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ശംസുൽ ഉലമയുടെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയുടെയും ഉമ്മയുടെയും ഇഷ്ടജനങ്ങളുടെയും ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. മരണപ്പെട്ട എല്ലാവരുടെയും ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട മക്കളും ഉമ്മാമമാരും ഉമ്മമാരും ഉപ്പാപ്പമാരും പലരും ഖബറിലാണ്. അവർ റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ ദുആ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. നിന്റെ അഹ്ലുൽ ഖൈറിന്റെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. നമ്മുടെ പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുത്തു മുഅ്മിനീങ്ങളുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് പരിപൂർണ്ണ ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ നെറ്റി ഉയർത്ത് സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ടു ചിരിക്കുന്ന മുഖത്തോടെ ഏറ്റവും ഖൈറായ സമയത്ത് ഖൈറായത് ചൊല്ലി ഖൈറായത് കണ്ട് ഖൈറായ രീതിയിൽ പുഞ്ചിരിത്തോകി എല്ലാ ഇടപാടുകളും തീർത്തു റാഹത്തുള്ള സന്തോഷമുള്ള സമാധാനമുള്ള റാഹത്തുള്ള മരണം നൽകണേ അല്ലാഹ്. വദൂഇലായി ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ അവരുടെയും ഞങ്ങളുടെയും ഖബർ ജീവിതം നീ റാഹത്തിലാക്കണേ അല്ലാഹ്, സന്തോഷത്തിലാക്കണേ അല്ലാഹ്. നിന്റെ കണ്ണെത്താ ദൂരത്തേക്ക് നീ വിശാലമാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ കണ്ണെത്താ ദൂരത്തേക്ക് നീ നമ്മുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. നിന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കണേ അല്ലാഹ്. നിന്റെ മഗ്ഫിറത്തിന്റെ നോട്ടം നോക്കണേ അല്ലാഹ്. നിന്റെ സലാമത്തിന്റെ നോട്ടം നോക്കണേ അല്ലാഹ്. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. ഖബറിന്റെ അദാബിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ ഹസനാത്തുകളും വർദ്ധിത പ്രതിഫലത്തോടെ സ്വീകരിച്ച് നമ്മുടെ ഖബറിൽ ഞങ്ങൾക്ക് നീനാസാക്കി മാറ്റണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. നീ മാപ്പാക്കണേ അല്ലാഹ്. നീ മാപ്പാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ചെയ്തു പോയ എല്ലാ ഹസനാത്തുകളും വർദ്ധിത പ്രതിഫലത്തോടെ സ്വീകരിച്ച് അവരുടെയും ഞങ്ങളുടെയും ഖബറിനെ കൂട്ടാക്കി മാറ്റണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ മുൻകർ നകീറിന്റെ ചോദ്യങ്ങൾക്ക് നല്ല രീതിയിൽ ഉത്തരം പറയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നംകനൗമത്തിൽ അറൂസ് നീ ഒരു പുതുമാരൻ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് ഞങ്ങളോട് പറയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ജീവിതത്തിന്റെ
മോശം സമയങ്ങളിൽ എന്തെങ്കിലും പാകപ്പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ, തെറ്റുകുറ്റങ്ങൾ അറിയാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഖബറിലേക്ക് ഒരിക്കലും നീ വെക്കല്ല അല്ലാ. നീ കാക്കണേ അല്ലാ, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, നിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയണേ അല്ലാ, നിന്റെ റഹ്മത്ത് കൊണ്ട് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, സ്വർഗീയ വിരിപ്പ് നൽകണേ അല്ലാ, സ്വർഗീയ ഉടയാടകൾ നൽകണേ അല്ലാ, സ്വർഗീയ വസ്ത്രവും സ്വർഗീയ ഭക്ഷണവും പാനീയവും നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ആ ഖബറിൽ ഒറ്റക്കാണ് അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും കടന്നു ചെല്ലാനുള്ളതാണ് അല്ലാ. ഞങ്ങൾ കടന്നു ചെല്ലുന്ന ആ സ്ഥലം നീ സ്വർഗീയ പൂന്തോപ്പാക്കി മാറ്റണേ അല്ലാ. ആരാരുമില്ലാതെ ഞങ്ങൾ വിഷമിക്കുന്ന സമയത്ത് നിന്റെ ഹബീബിന്റെ ജിവാർ നൽകണേ അല്ലാ. സ്വാലിഹായ അമലുകൾ വർദ്ധിപ്പിച്ച് നൽകണേ അല്ലാ. സ്വാലിഹായ അമലുകളുടെ ജിവാർ നൽകണേ അല്ലാ. നിന്റെ റഹ്മത്തിന്റെ മലക്കുകളെ കൊണ്ട് പൊതിയണേ അല്ലാ. ഞങ്ങൾ ആദ്യത്തെ ആഖിറത്തിൽ ആദ്യത്തെ ഭവനം ഖബറാണ്. ആ ഖബർ നീ ഞങ്ങൾക്ക് നന്നാക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങൾ പോലും കരഞ്ഞത് ഖബറിനെ കേൾക്കുമ്പോഴാണ്. ആ ഖബറിടം നീ സ്വർഗീയ പൂന്തോപ്പാക്കി മാറ്റണേ അല്ലാ. ഹശറാത്തിന്റെ മൈതാനിൽ നിന്റെ കാവൽ നൽകണേ അല്ലാ. സിറാത്തിലും മീസാനിലും ഹിസാബിലും നിന്റെ കാവൽ നൽകണേ അല്ലാ. മിന്നൽ വേഗതയിൽ സിറാത്ത് വിട്ട് കടക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ ഹബീബിന്റെ ജിവാർ നൽകണേ അല്ലാ. ഹബീബിന്റെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക്, ഞങ്ങളെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർക്ക്, ഭാര്യമാർക്ക്, ഉമ്മ പെങ്ങന്മാർക്ക്, സഹോദരി സഹോദരന്മാർക്ക്, ഉപ്പമാർക്ക്, ഇഷ്ടജനങ്ങൾക്ക്, മക്കൾക്ക് നൽകണേ അല്ലാ. അർശിന്റെ തണലിന്റെ കീഴ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ആ ഹബീബിന്റെ കരങ്ങളിൽ നിന്ന്, പരിശുദ്ധമായ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ യഥേഷ്ടം വാങ്ങിക്കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ലിവാഉൽ ഹംദിന്റെ കീഴ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് കൂടെ റഹ്മാനായ റബ്ബേ, നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാ. നിന്റെ ലിഖാ നൽകണേ അല്ലാ. നിന്നെ കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നിന്നെ കണ്ട് കണ്ണിന് കുളിർമ നൽകണേ അല്ലാ. നിന്നെ കണ്ട്, നിന്റെ ഹബീബിനെ കണ്ട് കണ്ണിന് സന്തോഷം നൽകണേ അല്ലാ. ഈ കണ്ടുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ നീ ഒരിക്കലും ഞങ്ങൾക്ക് അവസരം നൽകല്ല അല്ല അല്ലാ. നീ വിട്ടു പുറത്ത് മാപ്പാക്കണേ അല്ലാ. ചെയ്തത് നീ വിട്ടു പുറത്ത് മാപ്പാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ദുനിയാവുള്ള ജീവിതത്തെക്കാൾ ഖൈറായ സന്തോഷമുള്ള റാഹത്തുള്ള ജീവിതം നിന്റെ ജന്നാത്തുൻ നഈമിൽ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് കൂടെ, ഉമ്മ പെങ്ങന്മാരോട് കൂടെ, ഉപ്പമാരോട് കൂടെ, ജ്യേഷ്ഠ സഹോദരന്മാരോട് കൂടെ, കുടുംബത്തോട് കൂടെ, മക്കളോട് കൂടെ സുന്ദരമായ അവസ്ഥ നൽകണേ അല്ലാ. സുന്ദരമായി നീ ഞങ്ങളുടെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടണേ അല്ലാ. ആ സുന്ദരമായ ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ചോദിക്കാൻ അർഹനല്ല എങ്കിലും നിന്റെ റഹ്മത്ത് വിശാലമാണല്ലോ അല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ സ്വർഗീയ അവകാശികൾ ഉൾപ്പെടുത്തണേ അല്ലാ. ഒരു നിമിഷം പോലും, ഒരു മൈക്രോ സെക്കൻഡ് പോലും നരകാഗ്നിയിൽ ഞങ്ങൾ നീ വേവിക്കരുത് അല്ലാ. ഞങ്ങൾ നീ വേവിക്കരുത് അല്ലാ. ഒരിക്കലും സഹിക്കാൻ കഴിയാത്തതാണ് അല്ലാ. നിന്റെ മഗ്ഫിറത്ത് കൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഈ സദസ്സിലുള്ള ഉമ്മമാർക്ക് പല ഉദ്ദേശങ്ങളുമുണ്ട്, ഞങ്ങൾക്ക് പല ഉദ്ദേശങ്ങളുമുണ്ട്. എല്ലാം അറിയുന്ന നാഥാ, നീ ഹാസിലാക്കണേ അല്ലാ. ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. നിന്റെ ഹബീബിന്റെ പരിശുദ്ധ ഖുദ്റത്തുൽ ശരീഫിൽ ചേർന്ന് സ്വലാത്തും സലാമും പറയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബിനെ മനാമിൽ ഒന്ന് കാണിച്ചുകൊണ്ട് അല്ലാ. റഹ്മാനായ റബ്ബേ, ഉമ്മമാരുടെ മനസ്സിലുള്ള നീറുന്ന പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാ.
അവർക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്. ഈ ജീവിതകാലത്ത് അവർ ചെയ്ത എല്ലാ ഹസനാത്തുകളും പ്രതിഫലത്തോടെ സ്വീകരിക്കണേ അല്ലാഹ്. സുബഹ് മുതൽ വൈകുന്നേരം കിടക്കപ്പായിലേക്ക് കടക്കാൻ എത്തുന്നത് വരെ ഈ കുടുംബത്തിന് വേണ്ടി പണിയെടുക്കുന്നവർ അല്ലാഹ് ഒന്നും നഷ്ടപ്പെടുത്താതെ അവരുടെ ഏടുകളിൽ അതിന് പരിപൂർണമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ധാരാളം പ്രതിഫലം നൽകണേ അല്ലാഹ്. രോഗമുള്ളവരുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. ശരീരത്തിന് വേദനയുള്ളവരുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങൾ പലരും രോഗികളാണ്, കൂട്ടത്തിൽ പലരും രോഗികളാണ്. എല്ലാവരും നീ ശിഫ നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട പലരും ക്യാൻസർ ബാധിച്ച് രോഗശൈലിയിലാണ്, നീ ശിഫ നൽകണേ അല്ലാഹ്. കിഡ്നി സംബന്ധമായ രോഗമുള്ളവരുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. ഹാർട്ട് സംബന്ധമായ രോഗമുള്ളവരുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. കരള് സംബന്ധമായ രോഗമുള്ളവരുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. മുട്ടിന് വേദനയുള്ളവരുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. ശരീരത്തിൽ നമ്മൾ അറിയാതിരിക്കുന്ന എന്തൊക്കെ രോഗാണുകളുണ്ടോ എല്ലാ രോഗാണുക്കളെയും നീ കരിച്ച് കളയണേ.